أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين بلى إن تصبروا وتتقوا ويؤتوكم من فورهم هذا يمددكم ربكم بخمسة آلاف من الملائكة مسومين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 124, 5, 6, 7 ആയത്തുകൾ ഒന്നിച്ച് പരാമർശിച്ചാലേ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് 4 ആയത്ത് ഒന്നിച്ച് ഓതിയത്. ഇത് തഖൂലുലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് താങ്കൾ ചോദിച്ച സന്ദർഭം. അലൻ യക്ഫിയക്കും, നിങ്ങൾക്ക് മതിയാകുകയില്ലേ. കഫാ യക്ഫി എന്ന് പറഞ്ഞാൽ മതിയായി എന്നർത്ഥം. അലൻ, ആ ലൻ സംഭവിക്കുകയില്ലേ, ലൻ ഇല്ല എന്നർത്ഥം. അലൻ അത് ചോദ്യമാക്കാൻ. ഐ യുമിദ്ദക്കും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക എന്നത്. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി എന്നാണ് അർത്ഥം. അതിനാണ് വർദ്ധിപ്പിക്കുക എന്ന് പരിഭാഷ. മദത് സഹായത്തിന് പറയും, അതാണ് ഇവിടെ ഉദ്ദേശ്യം. ഐ യുമിദ്ദക്കും, നിങ്ങൾക്ക് സഹായമായി വർദ്ധിപ്പിച്ചു തരിക എന്നത് മതിയാകുകയില്ലേ. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, ബിസലാസത്തി ആലാഫിൻ മിനൽ മലായിക്കത്തി, 3000 മലക്കുകളെ കൊണ്ട്, മലക്കുകളിൽ നിന്നുള്ള 3000 കൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാകുകയില്ലേ. മുൻസലീൻ, നസല ഇറങ്ങി, ഇറക്കപ്പെടുന്നവരായി അല്ലെങ്കിൽ ഇറക്കപ്പെട്ടവരായി. 3000 മലക്കുകളെ ഇറക്കി അള്ളാഹു നിങ്ങളെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് മതിയാകുകയില്ലേ. ബല, അതെ. ഇൻ തസ്ബിറു വതത്തഖു, ഇൻ തസ്ബിറു, നിങ്ങൾ സബർ കൈക്കൊള്ളുകയാണെങ്കിൽ, വതത്തഖു, തഖ്വ കൈക്കൊള്ളുകയുമാണെങ്കിൽ, വയഉതൂക്കും മിൻ ഫൗരിഹിം, വയഉതൂക്കും, അവർ നിങ്ങളുടെ അടുത്ത് വരും. മിൻ ഫൗരിഹിം, അവരുടെ പെട്ടെന്ന് എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ അവരുടെ വരവ് പെട്ടെന്നായിരിക്കും. ഹാദാ യുംദുദുക്കും റബ്ബുക്കും, ഹാദാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇത് എന്നാണ്. ഇവിടെ അത് പ്രയോഗത്തിൽ ഇതാ എന്നാണ്. യുംദുദുക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കുന്നു. ബി ഹംസത്തി ആലാഫിൻ മിനൽ മലായിക്കത്തി, മലക്കുകളിൽ നിന്ന് 5000 കൊണ്ട്. മുസവ്വിമീൻ, ആ മലക്കുകള് ബ്രാൻഡഡ് ആണ്, അടയാളം വെക്കപ്പെട്ട മലക്കുകൾ. അതിനാണല്ലോ നമ്മൾ ബ്രാൻഡഡ് എന്ന് പറയല്. വമാ ജഅലഹുല്ലാഹു, അള്ളാഹു അതിനെ ആക്കിയിട്ടില്ല. ഏതിനെ? ഈ വിവരത്തെ. ഇല്ലാ ബുഷ്റാലക്കും, ഇത് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടല്ലാതെയല്ല. വലിതത്മഇന്ന ഖുലൂബുക്കും ബിഹി, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം, മനസ്സിന് തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ മനസ്സടക്കം, അഥവാ മനസ്സിന് ബേജാറില്ലാത്ത അവസ്ഥ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് അഥവാ ഈ അറിയിപ്പ് നൽകുന്നത് എന്നർത്ഥം. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, വമൻ നസ്റു സഹായമല്ല ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ. അൽ അസീസ് അൽ ഹക്കീം, അസീസും ഹക്കീമുമായവന്റെ അടുത്തുനിന്ന് തന്നെയാണ്
സകല സഹായവും. അന്നസുർ എന്ന് പറഞ്ഞത് എല്ലാ സഹായവും എന്നർത്ഥത്തിലാണ്. അൽഹംദു സർവസ്തുതി എന്ന് പറഞ്ഞതുപോലെ. എന്തിനാണ് അള്ളാഹു സഹായിക്കുന്നത്? ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറു, ലിയഖ്തഅ മുറിക്കുന്നതിന് വേണ്ടി, മുറിച്ചു കളയുന്നതിന് വേണ്ടി. തറഫൻ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അറ്റം എന്നൊക്കെ അർത്ഥം. മിനല്ലദീന കഫറു നിഷേധികളിൽ നിന്നുള്ള ഒരു ഭാഗം മുറിച്ചു കളയുന്നതിന് വേണ്ടി. ഔ യക്ബിത്തഹും അല്ലെങ്കിൽ അവരെ തലകുത്തനയാക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ നിന്ദിക്കുന്നതിന് വേണ്ടി. അഥവാ ഫയൻഖലിബു അപ്പോൾ അവരായിത്തീരുന്നു ഖായിബീൻ പരാജിതരായിത്തീരുന്നു. ഖാബ ഖദ് ഖാബ മൻ ദസ്സാഹ നമുക്കറിയണ വാക്ക് തന്നെയാണ്. എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിക്കുന്നു. ഉഹദിന്റെ നിരൂപണമാണ് എന്നത് മറക്കരുത്. അനുയായികളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല 3000 മലക്കുകളെ ഇറക്കി സഹായിക്കുന്നത് മതിയാകൂലേ എന്ന്. എന്താ സംഭവം എന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1000 പേരടങ്ങുന്ന സൈന്യത്തിൽ നിന്ന് 300 പേര് വഴിക്ക് വെച്ച് പിരിഞ്ഞുപോയി. ഈ പിരിഞ്ഞു പോയത് വിശ്വാസികളിൽ ഇപ്പൊ ബനു സലമക്കാരിലും ബനു ഹാരിസക്കാരിലും ബേജാറുണ്ടാക്കുന്നത് വളരെ പ്രകടമായി. ബാക്കിയുള്ളവരിലും ഉണ്ടാകും അങ്ങനെ ഒരു ആശങ്ക. ഞങ്ങളുടെ കൂട്ടത്തുനിന്ന് 300 പേര് പിളർന്നു പോയല്ലോ എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനെ സമാധാനിപ്പിക്കാൻ അല്ലാഹു തആല അറിയിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതിനെന്താ അവര് 300 പോയെങ്കിൽ അല്ലാഹു തആല 3000 തന്നാ മതിയാകൂലേ? 3000 മലക്കുകളെ ഇറക്കി സഹായിച്ചാൽ മതിയാകുകയില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചോദ്യത്തിന് ബലാന്നാണ് മറുപടി. അത് അള്ളാഹു ഇവിടെ പറഞ്ഞു, അവരവിടെ പറഞ്ഞ മറുപടി തന്നെ അത് മതി എന്നത്. എപ്പോഴാണ് മതിയാകുക എന്നത് അള്ളാഹ് ഇവിടെ വിശദീകരിക്കുകയാണ്. ഇൻ തസ്ബിറു വ തത്തഖു, നിങ്ങൾക്ക് സബുറും തഖ്വയും ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞത് നമുക്ക് ഓർമ്മ ഉണ്ടാകണം, സബുറിനെയും തഖ്വയും കുറിച്ച്. വഇൻ തസ്ബിറു വ തത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈഅ, നിങ്ങൾക്ക് സബുറും തഖ്വയും ഉണ്ടെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്, സബറും തഖ്വയും ഉണ്ടെങ്കിലേ മലക്കുകൾ ഇറങ്ങുന്നത് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് സൂചന. വയൗതൂക്കും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുക്കും റബ്ബുക്കും, അവര് വരുന്ന ഉടനെ തന്നെ വരുന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ അവരുടെ വരവ് പെട്ടെന്നായിരിക്കും. അപ്പോ തന്നെ അല്ലാഹു തആല നിങ്ങളെ 5000 മിനൽ മലായികത്തി മുസവ്വിമീനും 5000 മലക്കുകളെ കൊണ്ട് പ്രത്യേകം ഈ മുസവ്വിമീൻ എന്നുള്ളതിന്റെ വിശദീകരണം പറഞ്ഞത് പ്രത്യേകം അടയാളം വെക്കപ്പെട്ടത് എന്നാണ്. അഥവാ യുദ്ധത്തിൽ വിശ്വാസികളെ സഹായിക്കാനായി പോകുന്ന പ്രത്യേകം സംഘം മലക്കുകളുടെ, അങ്ങനത്തെ 5000 കൊണ്ട് നിങ്ങൾ സഹായിക്കപ്പെട്ടാൽ മതിയാകുകയില്ലേ? അപ്പോ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നു. ആദ്യം പറഞ്ഞത് 3000 പിന്നെ പറഞ്ഞത് 5000. അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ 300 പേര് പോയപ്പോൾ ഉണ്ടായ വിഷമം പരിഹരിക്കാനാണ് 3000 മലക്കുകൾ എന്ന് പറഞ്ഞത്. അപ്പൊ 3000 മലക്കുകൾ 300 പേരുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവര് 1000 എതിരാളികളുള്ളത് 3000. മലക്കുകള് 3000 വന്നപ്പോ 3000 മലക്കുകളും 700 വിശ്വാസികളും, അങ്ങനെ ആ 300 പോയതിന്റെ അത് ടാലിയാക്കി 3000 വെച്ചിട്ട് അതിന്റെ വലിയ കരുത്ത് ഉള്ള ഭാഗം കൊണ്ട് ഫില്ല് ചെയ്തു. അപ്പൊ 1000 300 പകരം കിട്ടിയതും കൂടി 300 3000-നെ 300 ആളുകൾ ആയിട്ട് കൂട്ടിയാൽ 1000. പിന്നെ മറ്റൊരു 3000 ഉണ്ട്, 2000 കൂടി വേണം. അതിന് 2000 മലക്കുകളെയും കൂടി അധികം കൊടുത്തു. അങ്ങനെ ടോട്ടൽ 5000 എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതാണ് ഈ എണ്ണവും സംഭവവും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കാം. ഇത് എപ്പോൾ സംഭവിച്ചതാണ്? ഇത് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. പ്രബലരായ പല മുഫസ്സിറുകളും പറയുന്നത് ഇത് ബദറിൽ സംഭവിച്ച കാര്യമാണ് എന്നാണ്. കാരണം തൊട്ട് മുമ്പ് ബദറിനെ പറ്റിയാണല്ലോ പറയുന്നത്, സൂചിപ്പിക്കുക. വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ എന്ന് പറഞ്ഞിട്ട് ഇത് ബദറിലുണ്ടായ സംഭവമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ധാരാളം മുഫസ്സിറുകൾ. അതേ സമയത്ത് അങ്ങനെയല്ല, ഇത്
ഉഹദിലെ സംഭവമാണ്. കാരണം ഉഹദിന്റെ നിരൂപണം ആയിട്ട് പറഞ്ഞതാണ്. ബദറിനെ കുറിച്ചുള്ള പരാമർശം വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ വഅൻതും അതില്ല എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് വേറെ ഒരു ഭാഗം മുഫസ്സിറുകൾ. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ബദറിനെ കുറിച്ച് നിരൂപണം നടത്തിയ സൂറത്താണ് സൂറത്ത് അംഫാൽ. അത് ബദറൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷമാണ് ആ നിരൂപണം നടക്കുന്നതല്ലോ. സൂറത്ത് അംഫാൽ ഇറങ്ങുന്നത് ബദറിന്റെ ശേഷം ബദറിന്റെ നിരൂപണമായിട്ട് ഇറങ്ങിയ ഭാഗമാണ് സൂറത്ത് അംഫാൽ ഉള്ളത്. ആ അംഫാലിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. അവിടെ മലക്കുകളെ 1000 മലക്കുകളെ ഇറക്കി സഹായിച്ചോളാം എന്ന് അവര് സഹായം തേടുന്നതിന് പകരമായിട്ട് അല്ലാഹു തആല പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞത് ആ മലക്കുകളുടെ സംഭവം തന്നെയാണ്. അതിലേക്ക് തന്നെ ചേർത്താണ് മലക്കുകൾ ഇറങ്ങുക എന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം ഉഹദിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, ബദറിലാണ് മലക്കുകൾ ഇറങ്ങിയിട്ടുള്ളത്, പിന്നെ ഹുനൈനിലാണ് എന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഇതിനെ ഉഹദിലല്ല ബദറിലാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കാരണം. താബീങ്ങളിൽപ്പെട്ട മുഫസ്സിറുകൾ ലഹാഖിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇത് വാഗ്ദാനം ഉഹദിൽ തന്നെയാണ്, പക്ഷെ ഉഹദിലും ഇറങ്ങിയിട്ടില്ല. കാരണം ഉഹദില് ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇൻ തസ്ബിറു വ തത്തഖു എന്നത്. സബറും തഖ്വയും ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങിയിട്ടില്ല. കാരണം സബറിന്റെയും തഖ്വയുടെയും ലംഘനമാണ് പരാജയത്തിൽ കലാശിച്ചത്, അതുകൊണ്ട് ഇറങ്ങിയില്ല എന്നാണ്. വേറെ ചില മുഫസ്സിറുകൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇറങ്ങി, എന്നിട്ട് ഇവര് പതറിയപ്പോ സബറും തഖ്വയും ഇല്ലാതെ അച്ചടക്ക ലംഘനവും അനുസരണക്കേടും കാണിച്ച് പരാജയം ഏറ്റുവാങ്ങുന്നത് പോലെ ഇടവാങ്ങുന്ന സംഭവം ഉണ്ടായപ്പോ മലക്കുകൾ തിരികെ പോയി. അഥവാ ഇവരെ ഇനി സഹായിക്കണ്ട, കാരണം എന്താ, അവർക്ക് ജയിക്കണം എന്നില്ല, അവര് പറഞ്ഞിട്ട് കേൾക്കാതെ അനുസരണക്കേട് കാണിക്കുകയാണ് എന്ന് പറയാണ്. അത് ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. വലഖദ് സദഖക്കുമുല്ലാഹു വഅദഹു ഇത് തഹസ്സൂനഹും ബിഇദ്നിഹി. അള്ളാഹു അവന്റെ വഅദ പാലിച്ചിട്ടുണ്ട്. 152-ാമത്തെ ആയത്തിൽ നിങ്ങൾ അവരെ അവന്റെ അനുമതിയോടുകൂടി അനുഭവിപ്പിച്ചു കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ മിൻകും മൻ യുരീദു ദുനിയ വമിൻകും മൻ യുരീദുൽ ആഖിറ സുമ്മ സറഫക്കും അൻഹും ലിയബ്തലീക്കും വലഖദ് അഫാ അൻകും വല്ലാഹു ദു ഫളിൻ അലൽ മുഅ്മിനീൻ. നിങ്ങൾ അവരെ അനുഭവിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അള്ളാഹു അവന്റെ വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ട്. അവന്റെ ആജ്ഞകൾക്കനുസരിച്ച് നിങ്ങൾ അപ്പോൾ അവരെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു അത്. ഇത് തഹസ്സൂനഹും ബിഇദ്നിഹി ഹത്ത. അങ്ങനെ പിന്നെ എന്തുണ്ടായി, ഇതാ ഫഷിൽത്തും തനാസാഴ്ത്തും ഫി ഷൈ, നിങ്ങൾ ചിന്നിച്ചെതറി നിങ്ങൾ പരസ്പരം തർക്കിക്കുകയും ചെയ്തപ്പോൾ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ. അതാണ് ജബൽ റുമാത്തിന്റെ മുകളിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കാതെ ആളുകൾ ഇറങ്ങി അവരമ്മലുണ്ടായ തർക്കമാണ് സൂചിപ്പിക്കുക. അസൈത്തും, നിങ്ങൾ ധിക്കാരം കാണിച്ചു. മിൻ ബഅദി മാ അറാക്കും മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിലത് നിങ്ങൾക്ക് കാണിച്ചു തന്ന ശേഷം, അഥവാ വിജയം കണ്ട ശേഷം, അല്ലെങ്കിൽ ശത്രുക്കളിട്ട് ഓടിയ ഗനീമത്ത് സ്വത്ത് അവരിഷ്ടപ്പെടുന്ന സാധനമാണല്ലോ, അത് കണ്ടപ്പോ എന്ത് ചെയ്തു, നിങ്ങൾ ധിക്കാരം കാണിച്ചു. കാരണം എന്താണ്, നിങ്ങളിൽ ദുനിയാവ് ഉദ്ദേശിച്ച് യുദ്ധത്തിന് ഒരുങ്ങിയ ആളുകളുമുണ്ട്, പരലോകം ഉദ്ദേശിക്കുന്ന ആളുകളുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് അതും ഇതും ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കുക, മലക്കുകളുടെ സഹായമൊക്കെ കിട്ടി ആദ്യഘട്ടത്തിൽ. പിന്നെ അരുതാത്തത് ചെയ്യാൻ തുടങ്ങിയപ്പോ മലക്കുകൾ പോയി. അങ്ങനെ അതിന് ഉപോത്ബലകമായ ചില സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വേറെ ഉണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാൾ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ റസൂൽ എണീറ്റ് പോയി. പോയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തോന്നി ഇതിൽ എന്തോ പന്തികേടുണ്ടെന്ന്. അദ്ദേഹം പിന്നാലെ ചെന്നിട്ട് ചോദിച്ചു, അതെന്താ നബിയെ, നിങ്ങൾ എന്നെ ചീത്ത പറയുമ്പോൾ കേട്ടുകൊണ്ടിരുന്നോ, ഞാൻ മറുപടി പറയുമ്പോൾ എണീറ്റ് വന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങൾ ക്ഷമാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു. അത് നിർത്തിയിട്ട് നിങ്ങൾ മറുപടി തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ
മലക്ക് പോയിട്ട് പിന്നെ അവിടെ പിശാച്ചാണ് വന്നത്. പിശാച്ചും അള്ളാന്റെ റസൂലും കൂടി ഒന്നിച്ചിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ട് കാണാൻ കഴിയാം. എന്നതുപോലെ ഉഹുദിൽ പിശാച്ച് രംഗം കൈയടക്കിയപ്പോ, പൈശാചികത രംഗം കൈയടക്കിയപ്പോ മലക്കുകൾ പോയി. പിന്നെ ഇനി ഇവരെ സഹായിക്കേണ്ട കാര്യമില്ല എന്ന് അള്ളാഹു താല തീരുമാനിച്ചു എന്ന വിശദീകരണമാണ് കൂടുതൽ ഫിറ്റായി തോന്നുക. അത് പിന്നെ മറ്റതും ഒരു വിശദീകരണമാണ്. ഏതാണ് ശരിയെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ. അടുത്ത ആയത്ത് കൂടി വായിച്ചാൽ കൂടുതൽ വ്യക്തത വരും. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ഖുലൂബുക്കും. ഇങ്ങനെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ബദറിലാണെങ്കിലും ഉഹുദിലാണെങ്കിലും അത് പറഞ്ഞത് എന്തിനാണ്? അത് നിങ്ങൾക്ക് സന്തോഷം പകരാനും നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്, തുമഅനീനത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹക്കീം. എല്ലാ സഹായവും അസീസും ഹക്കീമുമായ, അജയ്യനും യുക്തിമാനുമായ, അഥവാ സ്വന്തമായി തീരുമാനമെടുത്തത് നടപ്പിലാക്കാൻ കഴിവുള്ള, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അള്ളാഹു. അതുപോലെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന, ഉചിതമായത് പ്രവർത്തിക്കുന്നവനായ അള്ളാഹു. അവന്റെ ഭാഗത്തു നിന്നാണ് എല്ലാ സഹായവും. ഈ പറഞ്ഞതിന് രണ്ട് വിശദീകരണമുണ്ട്. അതിലൊന്ന്, മലക്കുകൾ ഇറങ്ങും എന്നത് അള്ളാഹു താല പിന്നെ ആശ്വാസവാക്കായിട്ട് പറയുന്ന ഒരു വർത്തമാനമാണ്. മലക്കുകൾ അപ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഥവാ എല്ലാ ദിവസവും ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത മലക്കുകൾ അള്ളാഹുവിങ്കിൽ നിന്ന് വിവിധ ഉത്തരവാദിത്വങ്ങളുമായി ഭൂമിയിൽ വരുന്നുണ്ട്. അതില് ഇപ്പോ സൂറത്തു ഫുസ്സിലത്തില് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുകയും അതിലെ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ ദുഃഖിക്കാതിരിക്കാനും ഭയപ്പെടാതിരിക്കാനും വേണ്ടി അള്ളാഹു താല മലക്കുകളെ ഇറക്കുന്നു. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാർ എന്ന് മലക്കുകൾ പറയുന്നതായിട്ടും, ഇങ്ങനെ മലക്കുകളുടെ ഒരു സാന്നിധ്യം ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരമായി ഉണ്ട്. സ്വാഭാവികമായിട്ടും സത്യവിശ്വാസികൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുലാക്കിക്കൊണ്ട് തഖ്വയോടും സബറോടും കൂടി മുന്നേറുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും എന്തുണ്ട്, ധാരാളം മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ വസബ്ബിത്തുല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തൂ എന്ന് മലക്കുകളോട് അള്ളാഹ് പറഞ്ഞതായി അള്ളാഹ് എന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മലക്കുകൾക്ക് ആത്മവിശ്വാസമായും മനോധൈര്യമായും അതുപോലെ ആസൂത്രണ കൃത്യതയുമായും തീരുമാനമെടുക്കാനുള്ള കഴിവായും ഒക്കെയാണ് മലക്കുകൾ അവതരിക്കുന്നത്. അല്ലാതെ മലക്കുകൾ വന്ന് സഹാബികൾക്ക് പകരം യുദ്ധം ചെയ്യുകയല്ല എന്ന ഒരു വീക്ഷണമുണ്ട്. അല്ല, ഹദീസിലൊക്കെ വളരെ സഹിഹായി വന്നത് പ്രകാരം മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ശരി, ബദറിൽ യുദ്ധം ചെയ്തതും ബദർ ജയിച്ചതും ബദരീങ്ങളാണ്, മലക്കുകളല്ല. അതിന്റെ ക്രെഡിറ്റ് അതുകൊണ്ടാണ് ബദരീങ്ങൾക്ക് കിട്ടുന്നത്. ബദരീങ്ങളെ സഹായിക്കുകയും അവരെ ഉറപ്പിച്ചു നിർത്തുകയും അവരെ ശക്തിപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. തുല്യമായത് നമുക്ക് വേഗം മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് കവിത പാടിയപ്പോ, ഇൻഷിദ് യാ ഹസ്സാൻ ജിബ്രീലു മഅക്, ഇൻഷിദ് യാ ഹസ്സാൻ റൂഹുൽ ഖുദുസ് മഅക്. രണ്ട് റിപ്പോർട്ട് കാണാൻ കഴിയും. എന്തായാലും ഹസ്സാനെ പാട്, ജിബ്രീലുണ്ട് കൂടെ, അല്ലെങ്കിൽ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ തന്നെയാണ്. അപ്പൊ ജിബ്രീൽ പാടുന്നുണ്ടോ? ഇല്ല, ഹസ്സാനാണ് പാടുന്നത്. എന്നാൽ അതിനെ പിന്തുണച്ചുകൊണ്ട് വയ്യദിനാഹു ബിറൂഹിൽ ഖുദുസ്, ഈസാ അലൈഹി സ്വലാമിനെ റൂഹുൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞതും ഇതുപോലെയുള്ള ഒരു ശക്തിപ്പെടുത്തൽ സത്യവിശ്വാസികളെ എക്കാലത്തും അള്ളാഹു താല ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എടുത്തു പറയുക മാത്രമാണ് ഇവിടെ ചെയ്തത്. എന്തിന്? സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നത് ഒരു വീക്ഷണമാണ്. അല്ല, കൃത്യമായിട്ട് തന്നെ പ്രത്യേകമായി മറ്റ് യുദ്ധങ്ങളിലൊന്നും ഇല്ലാത്ത വിധം വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി ബദറിലും ഹുനൈനിലും അതുപോലെ ഉഹദിന്റെ ആദ്യഘട്ടത്തിലുമൊക്കെ മലക്കുകൾ വന്ന് അവരെ യുദ്ധം ചെയ്തു എന്ന് പറയുന്ന, അങ്ങനെ ആ വാചകാർത്ഥത്തിൽ, ഭാഷാർത്ഥത്തിൽ, എന്താ പറയാ, അക്ഷരാർത്ഥത്തിൽ വിവരിക്കുന്ന റിപ്പോർട്ടുകളും കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു അലം, ഏതാണ് ശരിയായ സംഭവം എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. കാരണം മലക്കുകളെ ആരും കണ്ടവരില്ല. മലക്കുകളെ ആരും അങ്ങനെ മനുഷ്യവേഷത്തിൽ മലക്കുകളുടെ എണ്ണം ആരും കണ്ടിട്ട് ഉള്ളതായി പറയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൈബിയായ കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പ്രത്യേകമായിട്ട് മറ്റു സ്ഥലങ്ങളിലൊന്നും ഇറക്കാത്ത എണ്ണത്തിനെ ബദറിലും ഉഹദിലും ഹുനൈനിലും ഒക്കെ ഇറക്കിയോ? അതല്ല, എല്ലായിടത്തും ഇറക്കുന്നത് അവിടുത്തെ കാര്യത്തിൽ എടുത്തു പറയുകയാണോ ചെയ്തത്? ഇത് രണ്ടും
യാഥാർത്ഥ്യം അള്ളാഹുവിനെ അറിയുള്ളൂ. കൂടുതൽ റിവായത്തുകളുടെ ഒക്കെ പ്രബലമുള്ളത് മലക്കുകൾ പ്രത്യേകമായി ഇറങ്ങി എന്നതിനാണ്. അതേ സമയത്ത് വേറെ കുറെ പണ്ഡിതന്മാരുടെ നിലപാട് ഈ ആയത്തിന്റെയും അതുപോലെ ഇതുപോലൊരായത്ത് സൂറ അംഫാലിലുമുണ്ട്. വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹക്കീം എന്നാണ്. ഇവിടെ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹക്കീം എന്ന വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് സന്തോഷത്തിനും മനസ്സമാധാനത്തിനും വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് എല്ലായ്പ്പോഴും ഉള്ളത് അപ്പോൾ എടുത്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും ശരി, ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ ഉഹുദിലാണെങ്കിലും ബദറിലാണെങ്കിലും ഇങ്ങനെ സത്യവിശ്വാസികളെ പ്രത്യേകം സഹായിക്കുന്നതിന്റെ ലക്ഷ്യം ലിയഖ്തഅ തറഫൻ മിനല്ലദീന കഫറു ഔ യക്ബിതുഹും ഫയൻഖലിബു ഖാസിരീൻ, സത്യനിഷേധികളുടെ ഒരു ഭാഗത്തെ തന്നെ തകർത്ത് കളയാനാണ്, അവരെ നിന്ദ്യരും പരാജിതരുമാക്കി മാറ്റുന്നതിനു വേണ്ടിയാണ് വിശ്വാസികളെ ഇങ്ങനെ സഹായിക്കുന്നത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതിൽ ഉഹുദും ബദറും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ബദറിൽ പറഞ്ഞത് അവരുടെ ലിയഖ്തഅ ദാബിറല്ലദീന വയഖ്തഅ ദാബിറൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മൂടർത്ത് കളയാനാണ്, അടിവേരർത്ത് കളയാനാണ് എന്നാണ് ബദറിൽ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് അടിവേരർക്കുകയല്ല, ഒരു ഭാഗം തകർക്കുകയാണ്. കാരണം അടിസ്ഥാനം അന്ന് തകർന്നിരിക്കുന്നു. അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത് അങ്ങനെ മെയിൻ ആളുകളൊക്കെ അന്ന് പോയിരിക്കുന്നു. ബാക്കി നിന്ന ഒരു ഭാഗമുണ്ട്, അതിനെ കൂടി തകർക്കാനാണ് ഉഹുദിൽ സഹായിച്ചത്. പക്ഷെ ആ ഉഹുദിലെ സഹായം വേണ്ടവിധം ഉപയോഗപ്പെടുത്തുന്നതിൽ സത്യവിശ്വാസികളുടെ സബറിന്റെയും തഖ്വയുടെയും പോരായ്മ കൊണ്ട്, അനുസരണക്കേട് കൊണ്ട് പരാജയം പറ്റി എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. ഇത് ഉഹദിന്റെ നിരൂപണം എന്ന നിലയിൽ ഇനിയും തുടരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് പാഠങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.